സമ്പത്തിൻ്റെ സുവിശേഷം എന്ന സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ദൈവദാനമായ സമ്പത്തിനെ എപ്രകാരം സമീപിക്കണമെന്നും എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നും ഭാവി തലമുറയ്ക്കായിട്ട് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒക്കെയാണ് നമ്മൾ കണ്ടത്. സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതുമാണ്. പ്രത്യേകിച്ച് ബാല്യത്തിൽ തന്നെ കുട്ടികൾക്ക് പണത്തിൻ്റെയും മറ്റ് സാമ്പത്തിക വിഭവങ്ങളുടെയും മൂല്യത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും അത് പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. യൗവനത്തിലും ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിലും വാർദ്ധക്യത്തിലും എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമ്പത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഘടകമായതുകൊണ്ട് തന്നെ ഈ സമ്പത്തിനോടുള്ള മനോഭാവവും സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയും എല്ലാം ഒരു മിഷണറി ചൈതന്യത്തോടുകൂടി തന്നെ നമ്മൾ നടപ്പിലാക്കേണ്ടതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാണുകയായിരുന്നു. കത്തോലിക്ക സഭ വളരെ ഗൗരവപരമായി തന്നെ തൻ്റെ മക്കളെ സമ്പത്തിനോടുള്ള മനോഭാവത്തെ, പ്രത്യേകിച്ച് സ്റ്റുവേർഡ്ഷിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കാവൽ സൂക്ഷിപ്പുകാരാണ്. ദൈവത്തിൻ്റെതാണ് പണം, സമ്പത്തിൻ്റെ ഉടയവൻ. സങ്കീർത്തൻ പറയുന്നത് പോലെ എല്ലാ സമ്പത്തിൻ്റെയും ഉടയവൻ പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം, അതിമനോഹരമായി മനുഷ്യനെയും സൃഷ്ടിച്ചതിന് ശേഷം അവരെ ഭരമേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഭൂമിയെ കീഴടക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് ഫലഭൂയിഷ്ടി ഉള്ളതാക്കുവിൻ. ദൈവം ഈ ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു. തൻ്റെ സൃഷ്ടിയായ ലോകത്തെ, ഈ ഭൂമിയെ ദൈവം വളരെ മനോഹരമായി സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. താൻ സ്നേഹിച്ച ഭൂമിയെ, പ്രപഞ്ചത്തെ, താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ദൈവം മനുഷ്യനെ ഭരമേൽപ്പിക്കുകയാണ്. അവിടെയാണ് കാവൽക്കാരൻ, സ്റ്റുവേർഡ്ഷിപ്പ് എന്നൊക്കെയുള്ള പദങ്ങൾ നമ്മൾ കാണുന്നത്. സഭയുടെ പഠനങ്ങളിലും കത്തോലിക്ക സഭ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പണത്തോടുള്ള ഈ സമീപനത്തെ നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ചിലരെങ്കിലും, ഞാൻ എൻ്റെ ചില കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരെങ്കിലും ഈ സമ്പത്തിനെക്കുറിച്ച് വളരെ വികലമായ കാഴ്ചപ്പാട് കാത്തു സൂക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അധ്വാനിക്കാത്ത മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കാത്ത മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ചിലരെങ്കിലും ജോലി തന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന പലരെയും കാണുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഭാവിയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നുള്ളത്. പറഞ്ഞവരുടെയോ അല്ല കുഴപ്പം, അല്ലെങ്കിൽ വികലമായി മനസ്സിലാക്കിയതിൻ്റെയും അല്ലെങ്കിൽ വികലമായി എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെയും വിശദീകരിച്ചതിൻ്റെയൊക്കെ കുഴപ്പങ്ങളാണ് ഇതെല്ലാം തന്നെ. വയലിലെ ലില്ലിയെ നോക്കുകയും അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നതിൻ്റെയൊക്കെ ഹെർമന്യൂട്ടിക്സ് അല്ലെങ്കിൽ വചന വിചിന്തനം എടുത്തത് മുഴുവൻ ഇനി പണിയെടുക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. എന്നാൽ കർത്താവ് തന്നെ 11-ാം മണിക്കൂറിൽ പുറത്തിറങ്ങിയപ്പോൾ അലസരായി നിൽക്കുന്നവരെ കണ്ടിട്ട് അവരെയും പണിസ്ഥലത്തേക്ക്, മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്ന യജമാനൻ്റെ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. താലന്തുകൾ കുഴിച്ചിട്ട മനുഷ്യനെ ശകാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹൊളിസ്റ്റിക് ആയിട്ടുള്ള, സമഞ്ജസമായ, ബാലൻസ്ഡ് ആയിട്ടുള്ള, സന്തുലിതമായിട്ടുള്ള ഒരു സമീപനമാണ് നമുക്ക് പണത്തോട് വേണ്ടത്. പണത്തെ ഒരു ഐഡലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കളക്കുട്ടിയെ ആരാധിക്കുന്ന ജനത്തിൻ്റെ നേരെ ദൈവം രോഷം ചൊരിഞ്ഞതുപോലെ പണത്തെ ഒരു വിഗ്രഹമായി കാണുന്നതിനെയാണ് തെറ്റായി ബൈബിളും സഭയും പറയുന്നത്. എന്നാൽ പണം ഒരു വസ്തുവാണ്. ആ വസ്തുവിനെ ദൈവം തന്ന വസ്തുവായിട്ട് കണ്ട് അതിൻ്റെ ആ മൂല്യം മനസ്സിലാക്കി അതിനെ പരിപാലിക്കുന്നതിലും വളർത്തുന്നതിനകത്തും വളരെ മനോഹരമായ ദൈവിക പ്ലാൻ ഉണ്ടെന്നാണ്. അടുത്ത കാലത്ത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു എൻസൈക്ലിക്കലായിരുന്നു. നമുക്കറിയാം, ഇവാഞ്ചലിയോ ഗൗതം, സുവിശേഷത്തിൻ്റെ ആനന്ദം, ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ചതാണ്. അതൊരു അപ്പസ്തോലിക പ്രബോധനമാണ്. അപ്പസ്തോലിക പ്രബോധനങ്ങൾ ഇറക്കുന്നതെല്ലാം സഭാമക്കൾ അനുശാസിച്ചു പോകേണ്ട ജീവിതശൈലിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതിൻ്റെ 23-ാം ഖണ്ഡികയിൽ ഇപ്രകാരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്: ബിസിനസ് ഈസ് എ വൊക്കേഷൻ. ബിസിനസ് ചെയ്യുക എന്നുള്ളതൊരു ദൈവവിളിയാണ്. നമ്മൾ ദൈവവിളി എന്നുള്ളത്
ജീവിത അവസ്ഥകളെക്കുറിച്ചുള്ള ദൈവവിളികൾ നമുക്കറിയാം. വൈദികനാകുക, സന്യസ്തരാകുക, അല്ലെങ്കിൽ വിവാഹിതരാകുക, അത് ജീവിത അവസ്ഥകളാണ്. ജീവിതത്തിലെ മറ്റ് തലങ്ങളിലെ ദൈവവിളിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ബിസിനസ് ഈസ് എ വൊക്കേഷൻ, എ നോബിൾ വൊക്കേഷൻ. ശ്രേഷ്ഠമായൊരു ജീവിത തലമാണത്. പക്ഷേ പ്രൊവൈഡഡ്, ഇതാണ് ഇപ്രകാരം അത് പറയുന്നത്, പ്രൊവൈഡഡ് ദോസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ഇറ്റ് ഷുഡ് ഹാവ് എ ഗ്രേറ്റർ മീനിങ് ഇൻ ലൈഫ്. ജീവിതത്തോട് കുറച്ചുകൂടി ശ്രേഷ്ഠമായ, ഉദാത്തമായ, ഉയർന്ന സമീപനം, അർത്ഥം കാണുക എന്നുള്ളതാണ്. കാരണം ദേ സെർവ് എ കോമൺ ഗുഡ്. ജനത്തിന് ആവശ്യമായിട്ടുള്ള, പൊതുനന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ബിസിനസ് ലോകം ഇല്ല എങ്കിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും എങ്ങനെ സൃഷ്ടിക്കപ്പെടും? പ്രൊഡക്ഷൻ, ഉൽപ്പാദനം. സാമ്പത്തിക ശാസ്ത്രത്തിൽ, ഞാൻ സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയായതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് ചിന്ത പോയതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ പറയും പ്രൊഡക്ഷൻ ഈസ് ദ ഗ്രേറ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഉൽപ്പാദനം ഒരു സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അഡിറ്റീവ് പ്രൊഡക്ഷനാണ് ഉപയുക്തത, അല്ലെങ്കിൽ ഉപയോഗത്തിന് തൃപ്തികരമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവും ഒരു കമ്പനിയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ഓൺടർപ്രണർഷിപ്പ്, സംരംഭകൻ തുടങ്ങി വെച്ചതാണ്. അതാണ് മാർപ്പാപ്പ പറയുന്നത് കോമൺ ഗുഡാണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇറ്റ്സ് എ നോബിൾ വൊക്കേഷൻ ബിക്കോസ് ദേ ഇൻക്രീസ് ദ കോമൺ ഗുഡ് ആൻഡ് ഇറ്റ് മേക്സ് അക്സസബിൾ ടു ഓൾ. എല്ലാവർക്കും ലഭ്യമാക്കുന്നു, എല്ലാവർക്കും ആ വസ്തുവിനെ ലഭ്യമാക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആകട്ടെ, മറ്റ് വസ്തുക്കളാകട്ടെ, കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളാകട്ടെ, ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ് ആകട്ടെ, നമ്മൾ താമസിക്കുന്ന വീടാകട്ടെ, അതിനാവശ്യമായ സാമഗ്രികളാകട്ടെ, നിർമ്മാണ സാമഗ്രികളാകട്ടെ, കോമൺ ഗുഡ്, പൊതു നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് ഈ പൊതു നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ എല്ലാവർക്കും അക്സസിബിൾ ആക്കുക. ചില വസ്തുക്കൾ നമുക്കറിയാം, ചില വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും അതിൻ്റെ സപ്ലൈയും വർദ്ധിക്കുന്നു. അറിയാതെ എക്കണോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു, സപ്ലൈ വർദ്ധിക്കുന്നു. അങ്ങനെ സപ്ലൈ വർദ്ധിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് കുറയുന്നത് നമ്മൾ കാണാൻ പറ്റും. ചില സാധനങ്ങൾ ആദ്യം മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ 20,000 രൂപയായിരിക്കാം, 5 വർഷത്തിനുള്ളിൽ അതിൻ്റെ വില വെറും 3,000 രൂപയിലേക്ക് താഴ്ന്ന കാണാൻ പറ്റും. ഇത് കൺസ്യൂമേഴ്സിന് ആവശ്യമാണെന്ന് കാണുമ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ബിസിനസ് വേൾഡ് ഏറ്റവും മനോഹരം. അപ്പോൾ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്ന സമ്പത്തിനുള്ള വിനിയോഗത്തിന് 4 കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത് സ്റ്റുവേർഡ്ഷിപ്പാണ്. സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കാവൽക്കാരാണ്. അതുകൊണ്ട് തന്നെ പണത്തിൽ അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം, എൻ്റെ പണം, ഞാൻ മാത്രം കൈകാര്യം ചെയ്യും, ഇങ്ങനെയൊക്കെ അഹങ്കരിക്കാനുള്ള വകുപ്പ് പണത്തിലില്ല. പണം ദൈവം ചിലർക്ക് സമർത്ഥമായി അവരുടെ പ്രയത്നത്തിനനുസരിച്ച് നൽകുന്നുണ്ട്. കർത്താവ് നീതിമാന്മാരെ സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ പന പോലെ വളർത്തുമെന്ന് പറയും. എല്ലാവരും ദുഷ്ടരെ പന പോലെ വളർത്തും എന്നുള്ള ബൈബിൾ വാക്യം കേട്ടിട്ടുണ്ട്. എന്നാൽ സമ്പന്നരെ അല്ലെങ്കിൽ നീതിമാന്മാരെയും ദൈവം വളരെയധികമായി ശ്രേഷ്ഠമായി വളർത്തുന്നു എന്ന് സങ്കീർത്തകൻ നമ്മളോട് പറയുന്നുണ്ട്. നമുക്കറിയാം, അങ്ങനെ നമുക്ക് വളരുമ്പോൾ ചിലർ അഭിവൃദ്ധിപ്പെടുന്നത് കാണാം, അല്ലേ? അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ധാരാളം. കഴിഞ്ഞ ദിവസം വിദേശത്ത് ജോലി ചെയ്യുന്നൊരു നേഴ്സ് എന്നോട് പറയുകയായിരുന്നു, ഞാൻ ആകെ 4 വർഷം നഴ്സിംഗ് പഠിച്ചതേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ എന്തോരം ജീവിതം എത്രത്തോളം മെച്ചപ്പെടാൻ തക്ക വിധം ആ 4 വർഷം പഠിച്ചതിനെ ദൈവം ഇന്ന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഇന്ന് വളർത്തുന്നു എന്നത് അത്ഭുതകരമായി ഞാൻ നോക്കിക്കാണുകയാണ്. എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാം സംരക്ഷിക്കാൻ, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയിലൂടെ സാധിക്കുന്നു. കേവലം 4 വർഷം ഞാനത് പഠിച്ചത് കൊണ്ട്. കർത്താവ് സമൃദ്ധമായി വളർത്തുന്ന മേഖലകളെ മനസ്സിലാക്കുക, അതിനെ കൈകാര്യം ചെയ്യുക, അതിനോടുള്ള സ്റ്റുവേർഡ്ഷിപ്പാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, അല്ലേ? മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി കണക്കാക്കിയായിരിക്കാം ദൈവം ചിലരെയൊക്കെ ഏൽപ്പിക്കുന്നത്. ഒരു പരസ്പരാശ്രിത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയും, പരസ്പരാശ്രയ സമ്പദ് വ്യവസ്ഥ. ദാറ്റ് മീൻസ് ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് എക്കോണമി. ഇൻ്റർഡിപ്പെൻഡൻസ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുഞ്ഞുനാളിലൊക്കെ നമുക്ക് തോന്നും നമ്മൾ വളരെ ഡിപ്പെൻഡൻ്റ് ആണ്, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റുള്ളവരും. എന്നാൽ യൗവനത്തിൻ്റെ തുടക്കത്തിൽ, കൗമാര കാലഘട്ടത്തിലൊക്കെ എല്ലാവരും ചിന്തിക്കും, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എനിക്ക് സ്വതന്ത്രനാകണം, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, ഞാനെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇങ്ങനെയൊക്കെ പറയുന്നൊരു കാലഘട്ടം ചില വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞ് പക്വത വന്നു കഴിയുമ്പോഴത്തേക്കും, ഒരു 25 വയസ്സിനൊക്കെ ശേഷം മനസ്സിലാകുന്നു, ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നീദർ ഡിപ്പെൻഡൻസ് നോർ ഇൻഡിപെൻഡൻസ്, ബട്ട് ഇറ്റ് ഇസ് ഇൻ്റർ ഡിപ്പെൻഡൻസ്.
അത് ആശ്രയത്വത്തിൻ്റെയോ അല്ലെങ്കിൽ സ്വാശ്രയത്വത്തിൻ്റെയോ അല്ല, മറിച്ച് അത് പരസ്പര ആശ്രയത്വത്തിൻ്റെതാണ്. അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗ്രേ ബെക്കർ പറയുന്നുണ്ട്, പണം കൈകാര്യം ചെയ്യുന്ന രീതി ഒരു കളക്റ്റീവ് ചോയ്സാണ്. കളക്റ്റീവ് ചോയ്സ് എന്ന് പറഞ്ഞ അർത്ഥം, ഇപ്പോൾ വീട്ടിലെ ആണെങ്കിൽ കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് പണം എങ്ങനെ സൃഷ്ടിക്കണമെന്നും പണം എങ്ങനെ ചെലവാക്കണമെന്നും. സർക്കാരിലേക്കൊക്കെ നമ്മൾ ഗവൺമെൻറ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ പബ്ലിക് ഫിനാൻസ് എന്ന് പറയും, പൊതുധനകാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് നികുതി രൂപത്തിലൊക്കെ സ്വീകരിക്കുന്നു. ജനങ്ങളിൽ നിന്ന് നികുതി രൂപത്തിൽ സ്വീകരിക്കുന്നതിന് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ഖജനാവിലേക്ക് വരുന്ന പണം പൊതു ചെലവിനായിട്ട് ഉപയോഗിക്കുന്നു. സർക്കാർ അങ്ങനെയാണ് പബ്ലിക് ഫിനാൻസ് കൊണ്ടുപോകുന്നത്. അതൊരു കളക്റ്റീവ് ചോയ്സാണ്. കളക്റ്റീവ് ചോയ്സ്, കൂട്ടായ തീരുമാനം. നിയമനിർമ്മാണ സഭകളിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലൊക്കെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ഈ ഒരു കളക്റ്റീവ് ചോയ്സ് എന്നുള്ള കൺസെപ്റ്റിലാണ്. ഈ കളക്റ്റീവ് ചോയ്സ് എന്ന് പറയുന്നത് പരസ്പര ആശ്രിത തീരുമാനം എന്ന് പറയുന്നത്, ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് കുടുംബത്തിൽ തുടങ്ങണം. വീട്ടിൽ കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും മക്കളുമായിട്ട് ആലോചിച്ച് ഓരോ കാര്യം ചെയ്യും. മക്കൾ പറയും എനിക്ക് ആ കോഴ്സ് പഠിക്കണം, മക്കളെ ആ കോഴ്സ് പഠിക്കാനും മാത്രം പണം നമ്മുടെ കയ്യിലില്ല, നമുക്ക് വേറൊരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ചോയ്സ്. അപ്പോഴത്തേക്ക് വീടിന് വേണ്ടി ഇതാണ് ഒരു സ്റ്റുവേർഡ്ഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ സഭ പഠിപ്പിക്കുന്ന പണം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ആദ്യത്തെ പോയിന്റ് ഈ സ്റ്റുവേർഡ്ഷിപ്പാണ്. രണ്ടാമത്തത് ഒരു സിംപ്ലിസിറ്റിയാണ്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാളിത്യമാണ്, ലളിതമായ മനോഭാവമാണ്. ഞാൻ ഓർക്കുന്നു മാർപ്പാപ്പയുടെയൊക്കെ മുറി ഞാനൊരു ദിവസം ഇങ്ങനെ കണ്ടത് ഓർക്കുകയാണ്. ഒരു കട്ടിൽ, ഒരു മേശ, വായിക്കാൻ കുറച്ച് പുസ്തകങ്ങൾ, ആ മേശയിലൊരു കുരിശുരൂപം, ഒരു ബൈബിൾ, ഒന്നോ രണ്ടോ പ്രാർത്ഥനാ പുസ്തകം, ഇതിനപ്പുറത്തോട്ടൊരു ആർഭാടവും ഇല്ലാത്തൊരു മുറി. ജീവിതത്തെ തൻ്റെ ആവശ്യങ്ങളിലേക്ക് പരിമിതപ്പെടുത്തുന്ന ലൈഫ് സ്റ്റൈലിനെയാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞതെല്ലാം ഉപയോഗിക്കുക അല്ലെങ്കിൽ വില കുറഞ്ഞ രീതിയിൽ നടക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് എനിക്ക് ആകാമായിരുന്നെങ്കിലും എനിക്ക് ഇത്രയും മതി എന്ന് ഒരു അതിർത്തി രേഖ വരയ്ക്കുന്നതിനെയാണ്. ഒരു ബൗണ്ടറി ലൈൻ. ആദത്തിൻ്റെയും ഹവയുടെയും ചുറ്റും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ആദ്യ അധ്യായങ്ങൾ, നാടകീയമായി അവതരിപ്പിക്കപ്പെട്ട അധ്യായങ്ങൾ, സൃഷ്ടിയുടെ വിവരണം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ആദത്തിനും ഹവയ്ക്കും ചുറ്റും കർത്താവ് ഒരു ബൗണ്ടറി ലൈൻ വരച്ചു. ഇത്ര വരെ ആകാം, ഇതിനപ്പുറത്തോട്ട് വേണ്ട. ഇതാണ് ബൗണ്ടറി ലൈൻ. എനിക്കുള്ള ബൗണ്ടറി ലൈൻ ദൈവം വരച്ചതിനെ മറികടക്കാനുള്ള മനുഷ്യൻ്റെ ത്വര അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യത്തിലധികമുള്ള ചിന്തയാണ് ആദത്തിനെ ഹവയെ ആപത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഈ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ ലാളിത്യം എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരു ആവേശം. മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തതൊക്കെ എനിക്ക് വേണം, മറ്റുള്ളവർക്കൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വേണം. താരതമ്യേന വില കുറഞ്ഞ വസ്തുക്കൾ ലഭ്യമാകുമ്പോഴും വിലയേറിയതിനെ പുറകെ പോകാനും ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടതാണ്, പല എഫക്റ്റുകളായിട്ട് നമ്മൾ കണ്ടതാണ്. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തുടർച്ചയായിട്ട് ഈ പഠനത്തിലൂടെ കടന്നു പോകുന്നവർ ഓർക്കുന്നുണ്ടാകാം. വെബ്ലൻ എഫക്റ്റ് തുടങ്ങിയ ചില കോൺസ്പിക്ഷ്യസ് കൺസംഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അപ്പോൾ എന്താ പറയുക, അയൽവക്കത്തുള്ള ആളെപ്പോലെ തന്നെ എനിക്കും ആകണമെന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ അയൽവക്കത്തുള്ള ആളെക്കാളും സർപ്പാസ് ചെയ്തു, അതിനെ മുന്തിയ രീതിയിൽ നമുക്ക് ഈ നാളുകളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക്. വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ധൂർത്തായി, ഏറ്റവും വലിയ ആർഭാടമായി, പല പല കാര്യങ്ങളായി, സേവ് ദ ഡേറ്റ് പോലുള്ള പല പല കാര്യങ്ങളായിട്ട് എങ്ങനെയൊക്കെ പണം ചെലവാക്കണമെന്നും എങ്ങനെയൊക്കെ പണം പ്രദർശിപ്പിക്കണമെന്നുമുള്ള ഒരു വല്ലാത്ത അഭിവാഞ്ച ചുറ്റുവട്ടത്ത് ഉയരുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഈ അതിർത്തി രേഖയെ ലംഘിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വിവാഹം ഒരു കുദാശയാണ്. ആ കുദാശയ്ക്ക് ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിവാഹം ഒരു ആഘോഷമാണ്, ആഘോഷമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിര് കവിഞ്ഞ ആഘോഷം പലപ്പോഴും പല വീടുകളിലും പല കുടുംബങ്ങളിലും ദുരന്തത്തിൽ എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു തലം ഒരു സിംപ്ലിസിറ്റിയാണ്. എല്ലാ മെറ്റീരിയൽ പൊസഷൻസും, എനിക്കുള്ള എല്ലാ ഭൗതിക സമ്പത്തും ദൈവം തന്നതാണെന്നും അതുകൊണ്ട് അതിനോട് ആവശ്യത്തിലധികം അറ്റാച്ച്ഡ് ആകാതെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് തീരും. നമുക്കറിയാം ഈ സന്യസ്തരും വൈദികരും ഒക്കെ അവരുടെ വൗസ്, അവരുടെ പ്രതിജ്ഞ എടുക്കുന്നത്
അതിനകത്ത് ദാരിദ്ര്യം എന്നൊരു വബ്സ് ഉണ്ട് അല്ലേ. അതിൽ ഒരു നമ്മൾ പറയും എന്താണ് അവരുടെ ദാരിദ്ര്യം. ചിലർ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, പിന്നെ എന്താണ് ദാരിദ്ര്യം? ഒന്ന് സ്വന്തമായി ഇല്ലാതിരിക്കുകയും എന്നാൽ എല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥ. ഒന്നിനോട് ഒട്ടിച്ചേർക്കാതിരിക്കുകയും നാളെ ഈ സ്ഥാനത്തു നിന്ന് ഈ പൊസിഷനിൽ നിന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കും, നാളെ എനിക്കൊരു സ്ഥലമാറ്റം കിട്ടുമ്പോൾ ഈ കസേരയും ഇതും എല്ലാം കൂടെ ഉപേക്ഷിച്ച് എനിക്ക് അത്യാവശ്യമുള്ളൊരു സൂട്ട് കേസോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഡ്രസ്സുമായിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ തിയറി, അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഒരു ഒന്നിനോടും ഒട്ടിച്ചേരാത്ത അവസ്ഥ. അപ്പോൾ സഭ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ തലം ഈ ഒരു സിംപ്ലിസിറ്റിയാണ്. ഇതിൻ്റെ അർത്ഥം നാളെ മുതൽ നമ്മൾക്കൊന്നും വേണ്ട, നല്ല വീട് വേണ്ട, നല്ല കാർ വേണ്ട എന്നുള്ളതല്ല. ഒന്നിനോട് ഒട്ടിച്ചേരാതെ നിൽക്കുന്ന ഒരവസ്ഥ, ദൈവം തന്നു ദൈവം എടുത്തു എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരവസ്ഥ സന്യാസ ജീവിതത്തിലൊക്കെ നമ്മളിത് വളരെയധികം മനോഹരമായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ജീവിക്കുന്ന അനേകം ദമ്പതികളെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ ജീവിത രീതിക്ക് ഒരു ലാളിത്യമുണ്ട്. അവരുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സുവിശേഷത്തിൻ്റെ ഒരു മൂല്യമുണ്ട്. അവർ പകർന്നു നൽകുന്ന ഉദാത്തമായ സ്നേഹത്തിൻ്റെ ചില ജാലകങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ ചിലർ കൂടുതലും മക്കളുള്ളത് കൊണ്ട് കുറച്ചുകൂടി ലിമിറ്റ് ചെയ്ത് ജീവിക്കുന്നവരാകാം. ചിലരങ്ങനെയല്ല, ചിലപ്പോൾ ദൈവം അവർക്ക് 1-2 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ. ആ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനുള്ള അവരുടെ പരിശ്രമങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അനേകം ദമ്പതികൾ സുവിശേഷത്തിന് വേണ്ടി ഈ സിംപ്ലിസിറ്റിയിൽ ജീവിച്ചിട്ട് ധാരാളമായി മറ്റു കാര്യങ്ങൾക്കായിട്ട് അവർ ജീവിതത്തെ മാറ്റുന്നൊക്കെ കാണുന്നു. മൂന്നാമത്തെ തലം, ഒന്നാമത്തത് ഞാനൊരു സ്റ്റുവർഡ്ഷിപ്പാണ് പറഞ്ഞത്, കാര്യസ്ഥത. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു സിംപ്ലിസിറ്റിയാണ്. മൂന്നാമത്തെ തലം ഒരു ജനറോസിറ്റിയുടെ തലമാണ്. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ ഔദാര്യമാണ്. പണം ദൈവത്തിൻ്റെ ഔദാര്യമാണ്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടു അല്ലേ. ആദ്യത്തെ എപ്പിസോഡ് മുഴുവൻ ദൈവത്തിൻ്റെ ഔദാര്യത്തെക്കുറിച്ചാണ്. ദൈവത്തിൽ നിന്ന് ഉദാരമായി സ്വീകരിച്ചത്, നിങ്ങൾക്ക് ഉദാരമായി നൽകി നിങ്ങൾക്ക് ദാനമായി ലഭിച്ചു, നിങ്ങൾ ദാനമായി കൊടുക്കുമെന്ന് പറയുന്നത് പോലെ കൊടുക്കുന്നൊരവസ്ഥ, അതാണ് ഷെയറിങ് വൺസ് വെൽത്ത് വിത്ത് അതേഴ്സ്. ചില കുടുംബങ്ങൾ സഭാ ശുശ്രൂഷയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ചില കുടുംബങ്ങൾ അവരുടെ വീട്ടിലാണ് എല്ലാ മീറ്റിങ്ങുകളും നടക്കുന്നത്, അവരുടെ വീട്ടിൽ അനേകം പേര് വന്ന് താമസിക്കുന്നു, ധാരാളം പേർക്ക് അവർ വെച്ച് വിളമ്പുന്നു. ഉദാരമാണ് അത്. ആ ഇടവകയ്ക്ക് വേണ്ടിയോ അവർ പ്രവർത്തിക്കുന്ന വിൻസെൻ്റ് പോളോ ജീസസ് യൂത്തോ പോലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ആകാം. ഓപ്പൺ ഹൗസസ് എന്ന് പറയും. ഓപ്പൺ ഹൗസസ് എന്ന് പറഞ്ഞാൽ സഭാപ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്, ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും സഭയ്ക്ക് വേണ്ടിയുള്ള ഓപ്പൺ ഹൗസസ് ചില കുടുംബങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതായത് വീട്ടിലാരും ഷാർജയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കാനായിട്ട് ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തൊരു വീടാണ് ഒരു താമസിക്കാനായിട്ട് തന്നത്. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ അമ്മച്ചൂരെന്ന് ഇവിടെ ആര് ക്ലാസ് എടുക്കാൻ വന്നാലും അച്ഛൻ റെഫർ ചെയ്ത് വിടുന്ന വീട് ഇതാണ്. ഇവിടെ അവർ വന്ന് താമസിക്കുന്നു, അവരുടെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നു, അവർ പള്ളിയിലെ ശുശ്രൂഷ കഴിയുന്നു, തിരിച്ചു പോകുന്നു. ആ സ്ത്രീ പറയുന്നത് എത്ര മനോഹരമായിട്ട് ആത്മാഭിമാനത്തോടുകൂടി പറയാണ്, ഈ വീട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഇങ്ങനെയുള്ള അനേകം ഭവനങ്ങൾ ലോകമെമ്പാടും ഞാൻ കാണുന്നുണ്ട്. ലോകമെമ്പാടും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ അതുപോലെ തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഗോഡ്സ് ഹൗസ് എന്നുള്ള മട്ടിൽ അവരവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇതൊരു കാഴ്ചപ്പാടാണ് ജനറോസിറ്റി. ഇതിൻ്റെ ഏറ്റവും ലളിതമായ ഫോർമുലയാണ് നമ്മൾ പറയുന്നത് ടൈത്തിങ് എന്നൊക്കെ പറയുന്നത്, ദശാംശം എന്നൊക്കെ. അതതിൻ്റെ ഏറ്റവും ലളിതമാണ്, മിനിമമാണ്. ഇന്നലെ ഒരു കോളേജ് അധ്യാപിക എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പണം മാനേജ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു പണം കിട്ടിയാൽ ആദ്യം തന്നെ 10% ദൈവത്തിൻ്റെതാക്കി മാറ്റിവെക്കുക, ഒരു 30% സേവിങ്ങിനായിട്ട് മാറ്റിവെക്കുക, ബാക്കി 60 കയ്യിലുണ്ട്, അതിൽ വല്ല ലോൺ അടയ്ക്കാനൊക്കെ ആയിട്ട് ഒരു 20-30 മാറ്റി വെച്ചിട്ട് ബാക്കി കൂടി ജീവിക്കുക. പിന്നെ ആ ടീച്ചർ എന്നോട് ചോദിക്കുക അപ്പോൾ ആദ്യത്തെ 10% അങ്ങനെ മാറ്റി വയ്ക്കണോ, നിയമമുണ്ടോ? നിയമമല്ലത്, അതൊരു കാഴ്ചപ്പാടാണ്, അതൊരു ജീവിത വീക്ഷണമാണ്. എനിക്ക് കിട്ടുന്നതിൻ്റെ മിനിമമാണ് കേട്ടോ 10% എന്ന് പറയുന്നത്, മിനിമമാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറയുമായിരുന്നു, ഒരു കിഡ്നി ദാനം ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ച് ആർക്ക് കൊടുക്കണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ശക്തമായ ആഗ്രഹം വരികയാണ്. 2 ഒന്നുമില്ലാത്തതിന് കൊടുക്കട്ടെ എന്ന മട്ടിൽ ഭയങ്കര ആഗ്രഹം വരികയാണ്. കിട്ടും ആർക്ക് കൊടുക്കണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇങ്ങനെ പ്രാവശ്യണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ തന്നെ പരിചയത്തിൽ, എൻ്റെ തന്നെ സൗഹൃദത്തിൽ ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കും. ചിലരുടെ മനോഭാവങ്ങൾ, ഇങ്ങനെ കൊടുക്കാനുള്ള മനോഭാവങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറമാണ്. അപ്പോൾ 10% കൊടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വെറും ലളിതമായ രീതി മാത്രമാണ്. അപ്പം നമുക്കുള്ളതിൻ്റെ എല്ലാത്തിനെയും കൊടുക്കുക എന്നുള്ളതാണ്, അത് ജനറോസിറ്റി എന്ന് പറയുന്നത്. മാർപ്പാപ്പയുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഐഡോളട്രി ഓഫ് മണിയിൽ നിന്ന് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ഇംപേഴ്സണൽ എക്കോണമി. മാർപ്പാപ്പയുടെ വാക്കുകളൊക്കെ കഠിനമാണല്ലോ.
വാക്കുകളുടെ മലയാളത്തിലേക്ക് ഞാൻ പറയാം. മാർപ്പാപ്പ പറയുന്നത്, ഇവാഞ്ചലിയ ഗൗതം സുവിശേഷത്തിന്റെ അന്തത്തിൽ മാർപ്പാപ്പ പറയുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് മണി, പണത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ പണം നമ്മളെ, വെൻ വൺ അക്സെപ്റ്റ്സ് ഇറ്റ്സ് ഡൊമിനിയൻ ഓവർ വൺ സെൽഫ്, പണം നമ്മളെ കീഴ്പ്പെടുത്താത്ത വിധത്തിൽ ജീവിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ അർത്ഥം പണം നമ്മുടെ അടിമയാകണം. എക്കണോമിക്സിൽ ഞങ്ങൾ പറയുന്നത് മണി ഈസ് നോട്ട് യുവർ മാസ്റ്റർ, മണി ഈസ് യുവർ സെർവൻ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പണം നമ്മളെ കയറി ഭരിക്കുകയല്ല ചെയ്യേണ്ടത്, പണത്തെ നമ്മളാണ് ഭരിക്കേണ്ടത്. ഇഫ് യു കാൻ മാനേജ് യുവർ മണി, മണി വിൽ മാനേജ് യു എന്നാണ്. പണത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പണം കയറി നമ്മളെ കൈകാര്യം ചെയ്യും. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഡൊമിനിയൻ ഓവർ ഇറ്റ്. അതിന്മേൽ അധീശത്വം വളരണം. പണത്തിന്മേൽ നമുക്ക് അധീശത്വം വളരുക എന്ന് പറഞ്ഞ അർത്ഥം പണത്തെ നമ്മുടെ വരുതിയിൽ നിർത്തുക. നമ്മളാണ് വലുത്, മനുഷ്യനാണ് വലുത്. എല്ലാ സൃഷ്ടിയുടെയും എല്ലാ വികസനത്തിൻ്റെയും അടിസ്ഥാന കേന്ദ്രം മനുഷ്യനാണ്. ഇതും കത്തോലിക്ക സഭയുടെ പഠനം തന്നെയാണ് കേട്ടോ. കത്തോലിക്ക സഭയുടെ പഠനം അനുസരിച്ച് മനുഷ്യൻ ജനതകളുടെ പുരോഗതി എന്ന ചാക്രിക നമ്മുടെ 2ാം വത്തിക്കാൻ കൗൺസിലിലെ ഒരു പ്രമാണരേഖയാണ് ജനതകളുടെ പുരോഗതി. ആ ജനതകളുടെ പുരോഗതിയിൽ പറയുന്ന എല്ലാ പുരോഗമനവും അടിസ്ഥാന കേന്ദ്രവും അടിസ്ഥാന വിഭവവും അടിസ്ഥാന ലക്ഷ്യവും മനുഷ്യനാണ്. അപ്പൊ പണം എന്ന് പറയുന്ന ഒരു വിഭവം മാത്രമാണ്, മനുഷ്യനാണ് വലുത്. മനുഷ്യൻ പണത്തെ കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ മനുഷ്യൻ പണത്തെ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറയും, തൻ്റെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് സഭയുടെ പഠനം. അപ്പോൾ 3ാമത് സഭ പഠിപ്പിക്കുന്ന ഒരു ജനറോസിറ്റിയെ കുറിച്ചാണ്. ഈ ജനറോസിറ്റി എന്ന് പറയുന്നത് പണം നൽകിയാകാം, വസ്തുക്കൾ നൽകിയാം. ചില വ്യക്തികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ തുറക്കുമ്പോൾ മക്കൾക്ക് നോട്ട് ബുക്ക് മേടിക്കുമ്പോൾ അവരൊരു 10 നോട്ട് ബുക്കൊക്കെ എക്സ്ട്രാ മേടിക്കും, നാട്ടിലുള്ള ആർക്കെങ്കിലും ആരും അറിയാതെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി. മക്കൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ, ഒരു ബർത്ത്ഡേക്ക് മക്കൾക്ക് ഡ്രസ്സ് എടുക്കുകയോ ഗിഫ്റ്റ് മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് ഒരു കൊച്ചിനും കൂടി അവരൊരു കേക്ക് മേടിച്ചിരിക്കും. എന്നിട്ട് ആരും അറിയാതെ ആ വീട്ടിൽ കൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരവസ്ഥ. മേടിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട് കേട്ടോ, കൊടുക്കുന്നവരെക്കാളും ബുദ്ധിമുട്ട് മേടിക്കുന്നവർക്കാണ്. കാരണം മേടിക്കുമ്പോൾ ഒരു ബാധ്യതയൊക്കെ ചിലർക്കൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അതിൽ അവർ ഉദാരമായി നൽകുന്നത് കൊണ്ട് നമ്മളത് സ്വീകരിക്കുകയാണ്. 4ാമത്തെ ഒരു തലവും കൂടി പറഞ്ഞ് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാം. 4ാമത്തെ തലം മണി മാനേജ്മെൻറ്റിൽ സഭ പഠിപ്പിക്കുന്ന ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ ദീർഘകാല ആസൂത്രണമാണ്. അതുകൊണ്ട് സഭ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് ഒരു വ്യക്തിയിൽ സഭ 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ആ കൊച്ചു പഠിക്കുന്നു, പിന്നെ +2 പഠിക്കുന്നു, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നു. 10ഉം 15ഉം വർഷം ഒരു കുട്ടിയിൽ സഭ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിലെ വികസനത്തിന് കാഴ്ചപ്പാടുണ്ടാക്കാനും ദൈവോന്മുഖമാക്കാനും അവൻ്റെ ജീവിതം സൃഷ്ടിപരമാക്കാനും സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. അപ്പോൾ സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തിലെ ലോങ് ടേം പെർസ്പെക്റ്റീവ് വേണം. അടിച്ചുപൊളിച്ച് ഇന്ന് ജീവിക്കുക. ആധുനിക യുവത്വത്തിൻ്റെ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടിപൊളി, അല്ലെങ്കിൽ കത്തി, ചെത്ത്, ഇങ്ങനെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള ചില പദങ്ങൾ തന്നെ വളരെ നെഗറ്റീവായിട്ടൊരു പദങ്ങൾ എപ്പോഴും ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. ഇന്നത്തെ ജീവിതം അടിച്ചുപൊളിച്ചിരിക്കുക, എവരിത്തിങ്. പക്ഷെ അങ്ങനെയല്ല. ദീർഘകാല ആസൂത്രണം ചെയ്യാൻ മനുഷ്യന് കഴിവ് നൽകിയിട്ടുണ്ട് ദൈവം. മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് ലോങ് ടേം പ്ലാനിങ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു തലമുറ, ചെറിയതായാലും സ്വരുക്കൂട്ടി ഏറ്റവും കൂടുതൽ സേവിങ്സ് ഉള്ള സ്ഥലം നമ്മുടെ നാടാന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി സേവ് ചെയ്യുന്നതുകൊണ്ടാണ്. ചിലർ വീട് പണിതായിരിക്കാം, ചിലർ വിദ്യാഭ്യാസം കൊടുത്തായിരിക്കാം, ചിലർ മറ്റേതെങ്കിലും അവരുടെ ജീവിതം സുരക്ഷയാക്കിയിട്ടായിരിക്കാം. അങ്ങനെ ഒരു ലോങ് ടേം പ്ലാനിങ്ങിലേക്ക് വരണമെന്നാണ് ഞാനൊരു സഭയുടെ ഒരു പഠനം കൂടി പറഞ്ഞിട്ട് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എൻസൈക്ലിക്കൽ ലെറ്ററായ ലൗദാത്തോ സിയാണ്. ഈ ലൗദാത്തോ സിയിൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ, ഭൂമിയെ എങ്ങനെ കാണണം, ദൈവത്തിന് സ്തുതി, ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി എന്ന് പറയുന്ന 129ാം ഖണ്ഡികയിൽ ഇപ്രകാരമുള്ള ഒരു വരി കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് ക്യാൻ ബി ഫ്രൂട്ട്ഫുൾ സോഴ്സ് ഓഫ് പ്രോസ്പെരിറ്റി. പണം നമ്മുടെ സമ്പന്നതയുടെ ഒരു നല്ല സോഴ്സാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ടുള്ള ക്രിയേഷൻ ഓഫ് ജോബ്സ്, ജോലി സൃഷ്ടിക്കണം. അങ്ങനെ പൊതു നന്മയ്ക്കായിട്ട് സർവീസ്. അത് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. സംരംഭകരാണ് തൊഴിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ തൊഴിൽ സൃഷ്ടിക്കുക, തൊഴിലിലൂടെ ജീവിതമാർഗം മറ്റുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെ നാട്ടിൽ സമ്പത്തിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ അവസ്ഥ സൃഷ്ടിക്കുക. ഇത് വിളിയാണെന്നാണ് പറയുന്നത്. ദിസ് ഇസ് എ നോബിൾ പ്രൊഫഷൻ എന്നാണ് 129ാം ഖണ്ഡികയിൽ മാർപ്പാപ്പ പറയുന്നത്. ഇതൊരു ശ്രേഷ്ഠമായ വിളിയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് തൊഴിൽ നൽകാനും
മറ്റുള്ളവരുടെ ജീവിതമാർഗം കെട്ടിപ്പടുക്കാനും ഒരാൾ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശ്രേഷ്ഠമായൊരു വിളിയായിട്ടാണ്, ജീവിതാവസ്ഥയല്ല, മറ്റൊരു തലമായിട്ടാണ് മാർപ്പാപ്പ ഇതിനെ അവതരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മളുടെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ സമ്പത്തിനോടുള്ള ബാലൻസ്ഡ് അപ്രോച്ച്, സമ്പത്തും വിശ്വാസവും തമ്മിൽ, ദ ഫെയ്ത്ത് ആൻഡ് ഫിനാൻസ്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞു വന്നത്. വിശ്വാസവും സമ്പത്തും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധം മനോഹരമാകുന്നത് 4 തലങ്ങളിലൂടെയാണ്. 1 കാര്യസ്ഥതയുടെ തലം, 2 ലാളിത്യത്തിൻ്റെ തലം, 3 ഉദാരതയുടെ തലം, 4 ഒരു ദീർഘകാല ആസൂത്രണത്തിൻ്റെ തലം. ഈ 4 തലങ്ങളിലൂടെ സാമ്പത്തികമായി നിങ്ങൾക്ക് വളരാനും അനേകരെ വളർത്താനും അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനും ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.